എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൈമ റൈസ് വെച്ചുള്ള നെയ്ച്ചോറാണ്. അതിനായിട്ട് ഞാൻ ഒരു സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് നെയ്യിലിട്ട് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി എടുക്കുന്നുണ്ട്. സവാള ഇപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അതിനുശേഷം ഞാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ട് ക്യാരറ്റ് കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞതും കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഞാൻ കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് കൈമ അരിയാണ്. ഇതിലിട്ട് നല്ലതുപോലെ എൻ്റെ വെള്ളമയം എല്ലാം കളഞ്ഞ് എടുക്കണം. അതിലോട്ട് ഞാൻ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പെരിഞ്ജീരകം ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി വെള്ളമയം എല്ലാം കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഏകദേശം അരിയിലെ വെള്ളമെല്ലാം നല്ലതുപോലെ തോർന്ന് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് 3 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടുന്നവർക്ക് ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഒന്ന് അടി കൂട്ടി ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലോട്ട് നമുക്ക് വറുത്ത് കോരി വെച്ച സവാള, ക്യാരറ്റ്, കശുവണ്ടി, മുന്തിരിങ്ങ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി എടുക്കാം. ഈ ചോറിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരും. പിന്നെ നമുക്ക് ഇച്ചിരി മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് അടച്ച് വെക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് 5 മിനിറ്റ് വെച്ചിരുന്നാൽ എല്ലാം നല്ലതുപോലെ സെറ്റായി കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിൾ കുഞ്ഞായിട്ട് അരിഞ്ഞതുമൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലതാണ്. ഇപ്പം നമ്മൾ നെയ്ച്ചോറിനകത്ത് ചേർത്ത പൈനാപ്പിളിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ പറയുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.